ഹായ് ഹലോ ഗ്രാവിറ്റി ലേണിംഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഏറ്റവും ഒരു ടെക്നിക്കൽ പി എസ് സി, മെക്കാനിക്കൽ ടെക്നിക്കൽ പി എസ് സി ആയാലും ഓട്ടോമൊബൈൽ ടെക്നിക്കൽ പി എസ് സി ആയാലും എഴുതുന്നവർക്ക്, അല്ലെങ്കിൽ മെക്കാനിക്കൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയാം. അവരുടെ ടെക്നിക്കൽ പി എസ് സി, മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ പി എസ് സി എഴുതുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒട്ടനവധി ആസ്പിരൻസ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, മെക്കാനിക്കൽ പഠിച്ചു സാറേ, ഓട്ടോമൊബൈലിന്റെ ഒരു കോർ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചു വന്നിട്ടുണ്ട്, പക്ഷെ അത് ഒരു ടെക്നിക്കൽ പി എസ് സിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ലെവലിലാണോ പഠിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കണം. അപ്പോൾ ആ ഒരു ചോദ്യം നമുക്ക് വലിയൊരു കാര്യമാണ്. കാരണം ഒരു ടെക്നിക്കൽ പി എസ് സിയിൽ ഓട്ടോമൊബൈൽ റിലേറ്റഡ് മെക്കാനിക്കൽ എക്സാമിൽ ഓട്ടോമൊബൈൽ വലിയൊരു ഭാഗമാണ് നമുക്കറിയാം. കാരണം ഓട്ടോമൊബൈലിൽ നിന്ന് ഒട്ടനവധി ക്വസ്റ്റ്യനുകൾ പല എക്സാമുകളും നോക്കിക്കഴിഞ്ഞാൽ, മെക്കാനിക്കൽ ഡീസൽ മെക്കാനിക് ആയാലും മറ്റേത് മെക്കാനിക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ പല എക്സാമുകളും ഉണ്ട്. അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ പല എക്സാമുകളിലും അവിടെ ഓട്ടോമൊബൈലിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ രണ്ടും വൈസ് വേഴ്സ ആയിട്ട് ചോദ്യങ്ങൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ നമുക്ക് കാണാറുണ്ട്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന്റെ ബേസിക് ആയിട്ടുള്ള സെക്ഷനുകൾ, അല്ലെ ബേസിക് ആയിട്ടുള്ള അറിവുകൾ നമുക്ക് ഉണ്ടായാൽ, അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ലെവൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രാവിറ്റി ലേണിംഗ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓട്ടോമൊബൈലിന്റെ ഒരു ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ലോങ് ടേം ബാച്ചിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 41 ദിവസം, മനസ്സിലാക്കി വെക്കുക, ഒരു 41 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ബേസിക് ആയിട്ടുള്ള തിയറി അവസാനിപ്പിക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും റിവൈസ് ചെയ്ത് ഒരു റിവൈസ്ഡ് പാറ്റേൺ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റിവൈസ്ഡ് സിലബസിൽ ഒരു ടൈം ടേബിൾ നമ്മൾ ഇങ്ങനെ റിവൈസ് ചെയ്ത് ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലോങ് ടേം ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത് ഒരു ഇതിന്റെ ഫൗണ്ടേഷൻ ക്ലിയർ ആവുന്നത് വരെ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആ ഒരു ലോങ് ടേം എന്ന് പറയുമ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ നമുക്ക് മാക്സിമം ക്ലിയർ ആവുന്ന വരെ ഒന്നോ രണ്ടോ റിവിഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ എക്സാമിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടല്ലാതെ ഒരു നമ്മുടെ ഫൗണ്ടേഷൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ, ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ലോങ് ടേം കോഴ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോട്ട് ഓൺലി ഒരു എക്സാമിന് വേണ്ടിയിട്ടല്ല, നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഏതൊരു എക്സാം വന്നു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമൊബൈൽ സെക്ഷൻ എന്തായിരിക്കണം, സെക്യൂർ ആയിരിക്കണം, അവിടെ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന സെക്ഷനുകൾ ഏതൊക്കെയാണ് നമ്മുടെ എക്സാമിന്, അല്ലെങ്കിൽ ഈ ഒരു ലോങ് ടേം ബാച്ചിനെ കൊണ്ടുള്ള യൂസ്ഫുൾ ആവുന്ന സെക്ഷൻ AMVA. ഇനി വരാൻ പോകുന്ന നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു എക്സാമാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിളിലെ ഓട്ടോമൊബൈൽ ഭാഗം. അതേപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ഷൻ വേരിയന്റ് ഡിപ്പാർട്ട്മെന്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ ആയിട്ട് വരുന്ന JE പോസ്റ്റിൽ വരുന്ന MMV ആയാലും താഴെ കൊടുത്തിട്ടുള്ള MMV ആയാലും മെക്കാനിക്കൽ ഡീസലൊക്കെ നമുക്ക് വീണ്ടും വരാനിരിക്കുന്ന പോസ്റ്റുകളാണ്. അല്ലെങ്കിൽ മറ്റ് ഒട്ടനവധി ജൂനിയർ ഇൻസ്ട്രക്ടറുടെ പോസ്റ്റുകൾ നമുക്ക് വരാനിരിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയി വരുന്ന ഓട്ടോമൊബൈൽ സെക്ഷൻ വരുന്നുണ്ട്. മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ട്രേഡ്സ്മാൻ ഓട്ടോമൊബൈൽ പോലുള്ള എക്സാമുകളിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ ഡീസൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. വേരിയസ് മെക്കാനിക്കൽ എക്സാമിനേഷൻ ഓട്ടോമൊബൈൽ പോർഷൻസ്, ആ ഒരു ഭാഗമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതായത് ഓട്ടോമൊബൈൽ പോർഷൻസ് എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷൻ എന്താക്കണം, നമുക്ക് സെക്യൂർ ആക്കി വെക്കണം എന്നുള്ള കാര്യം, ആ ഒരു വലിയൊരു ഇമ്പോർട്ടൻസിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കോഴ്സിനെ കൊണ്ട് പറയുന്നത്, നമ്മൾ ഏകദേശം 2 ബാച്ചുകൾ പ്രീവിയസ് ഇയർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ബാച്ചുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളുടെ ഈ ക്ലാസ് എടുത്തിട്ടുള്ള ഒരു കണ്ടീഷനിൽ പറയാണ്, ഏറ്റവും കൂടുതൽ നമ്മുടെ വിദ്യാർത്ഥികൾ വന്നിട്ടുള്ളത് ഒരു പുതിയതായിട്ട് ഫ്രഷേഴ്സ് ആണ്. ഫ്രഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ ഈ വർഷമോ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ടെക്നിക്കൽ പി എസ് സിയിലേക്ക് എൻട്രി ചെയ്യണമുണ്ട്. പക്ഷെ അവിടെ എങ്ങനെ എൻട്രി ചെയ്യണമെന്ന് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വിദ്യാർത്ഥികൾ. ആ 2 ബാച്ചിൽ നമുക്ക് ക്ലാസ് എടുത്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് പറയാം, ആ ഒരു വിദ്യാർത്ഥികൾ അവരാണ് കൂടുതലും വന്നിട്ടുള്ളത്. പിന്നെ ഓൾറെഡി പഠിച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും അവർ ഒട്ടനവധി എല്ലാവരും നമ്മുടെ ആ ബാച്ചിലുണ്ടായിരുന്നു, 2 ബാച്ചിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു വർഷത്തിൽ നമ്മൾ വീണ്ടും അതൊരു റീസ്റ്റാർട്ട് ചെയ്യുകയാണ്, ബാച്ച് നമ്പർ 3 എന്ന പേരിൽ. കാരണം നമ്മൾ ഓൾറെഡി പ്രീവിയസ് ആയിട്ട് ആ ഒരു സെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഒരു ലോങ് ടേം ബാച്ച് അല്ലായിരുന്നു, അത് എന്തായിരുന്നു, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് ആയിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കാം. റെഡി, ഇത് ബാച്ച് നമ്പർ 3 എന്ന് പറഞ്ഞ ഒരു ലോങ് ടേം ബാച്ച് ആണ്. ആ ലോങ് ടേം ബാച്ചിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ടല്ല, നമ്മൾ ആ ഒരു ഫൗണ്ടേഷൻ ക്ലിയർ ആക്കിയിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്തത് മനസ്സിലാക്കേണ്ടത് നമ്പർ ഓഫ് സ്ലോട്ടുകളാണ്. നമ്മൾ ഏകദേശം 120 സ്റ്റുഡൻസിനാണ് നമ്മൾ ഒരു ഒറ്റ സ്ലോട്ടിൽ ഈ ഒരു ബാച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. 120 വിദ്യാർത്ഥികൾക്കാണ്. നമ്മൾ ഏകദേശം 41 ദിവസമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 41 ദിവസം കൊണ്ട് കോർ സബ്ജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ കോർ സബ്ജക്റ്റ് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 1, 2, 3 റിവിഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യണം,
ഒരു 3 റിവിഷനോട് കൂടി നമ്മൾ ഈ ഒരു കോഴ്സ് അവസാനിപ്പിക്കുന്ന കണ്ടീഷനാണ്. ഓക്കെ, പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എക്സാമിന് വേണ്ടിയിട്ടല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഒരു 41 ദിവസം കൊണ്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നു. ആ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഈ സിലബസ് പ്രകാരം വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ, അതുപോലെ തന്നെ ആ ഒരു സിലബസ് വീണ്ടും റിവിഷൻ, അങ്ങനെ ഒരു 2, 3, 4 റിവിഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ച് വൈൻഡ് അപ്പ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത്. ബാച്ച് കോഡ് വന്നിട്ടുള്ളത് ഓട്ടോമൊബൈൽ AU3D എന്നാണ്. മൂന്നാമത്തെ ഒരു ബാച്ച് ആയിട്ടാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈ നമ്പർ കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യണം എന്താണ് ആ ഒരു ഷെഡ്യൂൾ, എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള 41 ദിവസത്തെ അല്ലെങ്കിൽ 41 ദിവസത്തെ ഷെഡ്യൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഓക്കെ, ഒരു 41 ദിവസത്തെ ഷെഡ്യൂൾ പ്രകാരം ആദ്യത്തെ 6 ദിവസം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എഞ്ചിൻ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലൂടെയാണ്. കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ സബ് ടോപ്പിക്കുകളായിട്ട് സിലിണ്ടർ ബ്ലോക്കുകൾ, സിലിണ്ടർ ഹെഡ്, എഞ്ചിൻ റിലേറ്റഡ്, പിസ്റ്റൺ റിലേറ്റഡ്, വാൾവ് റിലേറ്റഡ്, കണക്റ്റിംഗ് റോഡ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്, ഫ്ലൈ വീൽ, വൈബ്രേഷൻ ഡയബിൾ, ക്രാങ്ക് ഷാഫ്റ്റ്, ആ ഒരു ഭാഗം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൊരു ഇൻക്ലൂഡ് ഉണ്ട്. അതിൽ കൂടെ തന്നെ മിസലേനിയസ് ആയിട്ടുള്ള പാർട്ടുകൾ നമ്മൾ ഇതിലുണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഏകദേശം 6-7 ദിവസം, നമ്മൾ ഇവിടെ 6 ദിവസമാണ് കൊടുത്തിട്ടുള്ളത്. 6 ദിവസം കൊണ്ട് നമ്മൾ മാക്സിമം അതെന്താ കവർ ചെയ്യാൻ ശ്രമിക്കാം. അതിലൂടെ തന്നെ ഈ ഒരു 6 ദിവസം കൊണ്ട് നമ്മൾ ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന് ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് സിലിണ്ടർ ബ്ലോക്ക് ആണെങ്കിൽ ആ ബ്ലോക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും എക്സാം നടത്തും, അത് വീണ്ടും റിവിഷൻ ചെയ്യും. അതേപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ, അത് സീരിയൽ നമ്പർ 1 എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വലിയൊരു എക്സാം നടത്തും. ആ എക്സാമിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അവിടെ വാല്യുവേഷൻ ചെയ്യാൻ സാധിക്കും. റെഡി അല്ലേ? തൊട്ടടുത്ത് നമ്മൾ നോക്കുന്ന രണ്ടാമത്തെ സീരിയൽ നമ്പർ, ടോപ്പിക് നമ്പർ, എഞ്ചിൻ ഓഫ് ടൈപ്പ് ഓഫ് എഞ്ചിൻസ് ആണ്. എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിൻ, ഇന്റേണൽ, എക്സ്റ്റേണൽ, അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻസ്, പെട്രോൾ എഞ്ചിൻസ്, അതേഴ്സ്, അതായത് നമ്മൾ പുതിയതായിട്ട് വരുന്ന മറ്റ് എഞ്ചിൻസുകൾ റിലേറ്റഡ് ആയിട്ടുള്ള 4 സ്റ്റോക്ക് പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻസ്, 2 സ്റ്റോക്ക് പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, മിസലേനിയസ് അതർ പാർട്ടുകൾ. ഈ ഒരു സബ് ടോപ്പിക് അല്ലാത്ത കുറെ പാർട്ടുകൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു 5 ദിവസത്തെ മറ്റൊരു സെക്ഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടൈപ്പ് ഓഫ് എഞ്ചിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. റെഡി? അടുത്തത് വളരെ സിമ്പിൾ ആയിട്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഭാഗമാണ് എഞ്ചിൻ സൈക്കിൾ. കുറെ ആൾക്കാർ ഇത് പഠിക്കാതെ പോകുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സൈക്കിൾ എഞ്ചിൻ ഈ ഒരു ഭാഗം എവിടുന്നാണ് വന്നിട്ടുള്ളത്, എഞ്ചിൻ സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, പെട്രോൾ, കോൺസ്റ്റന്റ് വോളിയം, കോൺസ്റ്റന്റ് പ്രഷർ, അതുപോലെ തന്നെ ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. 2 ദിവസം എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സെക്ഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ മൂന്നാമത്തെ ഒരു സെക്ഷൻ ആയിട്ട് നമ്മൾ എഞ്ചിൻ സൈക്കിൾ ആയിട്ട് റിലേറ്റഡ് ആണ്. 4ാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഫ്യൂൽ സിസ്റ്റം ആണ്. എഞ്ചിൻ ഫ്യൂൽ സിസ്റ്റം ഒട്ടനവധി ക്വസ്റ്റ്യനുകൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. എഞ്ചിൻ ഫ്യൂൽ സിസ്റ്റം, ഫ്യൂൽ, ഒക്ടേൻ നമ്പർ, സീറ്റേൻ നമ്പർ, കമ്പഷൻ ഫിനോമിന, അതുപോലെ തന്നെ ടർബോ ചാർജർ, സൂപ്പർ ചാർജർ. ഒരു 5 ദിവസത്തെ ആ ഒരു സെക്ഷൻ കൂടി അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ 5ാമത്തെ സെക്ഷനിലേക്ക് എത്തും. 5ാമത്തെ സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഓട്ടോ വെഹിക്കിൾ ടെക്നോളജിയാണ്. അതായത് ഒരു ഒരു കോർ ഭാഗം എന്ന് മനസ്സിലാക്കി വെക്കുക. കോർ മറ്റൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, വളരെ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഭാഗം ഏതാണ്, ഈ ഒരു ഭാഗമാണ് ഓട്ടോ വെഹിക്കിൾ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ക്ലച്ച്, ട്രാൻസ്മിഷൻ സിസ്റ്റം, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് സിസ്റ്റം, ഫ്രെയിം, ബോഡി, വീല്, ടയർ, ബ്രേക്ക്, കാർബറേറ്റർ, പ്രൊപ്പലർ ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽ, മാനിഫോൾഡ്, എക്സോസ്റ്റ് സിസ്റ്റം, മഫ്ലർ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഭാഗം. റെഡി അല്ലേ? അതൊരു 10 ദിവസം, കാരണം നമ്മൾ വളരെ അധികം ശ്രദ്ധാ കേന്ദ്രമായിട്ട് മാറേണ്ട ഒരു സെക്ഷനാണ് ഇത് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏകദേശം 10 ദിവസം കൊണ്ട് നമ്മൾ ഈ ഒരു 5ാമത്തെ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഫ്യൂൽ ഫീഡ് സിസ്റ്റമാണ്. ഇവിടെ ഇഞ്ചക്ടർ നോസിൽ, അറ്റോമൈസർ, എയർ ക്ലീനർ, ഫ്യൂൽ ഫിൽറ്റർ, അതേഴ്സ് എന്ന് റിലേറ്റ് ചെയ്യുന്ന വളരെ വളരെ ചോദിക്കാൻ താല്പര്യമുള്ള സെക്ഷൻ. അതായത് എക്സാം ഇടുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാഹചര്യമുള്ള ഒരു സെക്ഷൻ കൂടിയും ഇതും എന്ന് പറയാം. ഓക്കെ, 7ാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ കൂളിംഗ് ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ്. അവിടെ എയർ കൂളിംഗ്, വാട്ടർ കൂളിംഗ്, തെർമോസ്റ്റാറ്റ് വാൾവ്, അതുപോലെ വാൾവ് ക്ലാസിഫിക്കേഷൻ, ലൂബ്രിക്കന്റ് വരുന്നു. അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ, പലതരത്തിലുള്ള ലൂബ്രിക്കേഷൻ സിസ്റ്റങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാമത്തെ ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇഗ്നീഷൻ സിസ്റ്റം വരുന്നുണ്ട്. ടൈപ്പ് ഓഫ് ബാറ്ററി ഇഗ്നീഷൻ സിസ്റ്റം, അത് മാഗ്നറ്റോ ഇഗ്നീഷൻ സിസ്റ്റം ഒക്കെ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് സിസ്റ്റം, സ്റ്റാർട്ടർ, മോട്ടർ, ബാറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷനും കൂടി നമ്മൾ 8ാമത്തെ സെക്ഷനിൽ ഏകദേശം ഒരു 5 ദിവസത്തെ നമ്മൾ നോക്കുന്ന ഒരു 5 ദിവസം കൂടി ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. അതിനുശേഷം
ഇതിന്റെ എൻ്റെയർ ഓരോ സെക്ഷൻ കഴിഞ്ഞാൽ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾ, അതുപോലെ തന്നെ അത് വീണ്ടും റിവിഷൻ ചെയ്യുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു. റെഡി? അപ്പോൾ ഏകദേശം 8 സെക്ഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കോർ സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു തീർക്കണം. ഈ ഒരു 8 സെക്ഷൻ കഴിഞ്ഞാൽ ഈ 8 സെക്ഷൻ കഴിയുന്നത്, ഓരോ സെക്ഷൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ എക്സാമുകൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എക്സാമുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. ആ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ആ ഒരു എന്ത് കിട്ടി, ഒരു ഫൗണ്ടേഷൻ നമുക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഇത് ഒന്ന് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് നമ്മൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ റിവിഷൻ ചെയ്യാൻ നോക്കുന്നു, റിവിഷൻ ചെയ്യുന്നു. അപ്പോൾ 1, 2, 3 നമ്മൾ ഓരോ ടോപ്പിക്കുകൾ ഇട്ട് വരും, അത് വീണ്ടും റിവിഷൻ ചെയ്യുക, വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടേയിരിക്കാം. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 1-2 റിവിഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഓട്ടോമൊബൈൽ കോർ എന്ന് പറഞ്ഞിട്ടുള്ള, ഓട്ടോമൊബൈൽ കോർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെറ്റപ്പ് നമ്മൾ എത്തണം. ഓട്ടോമൊബൈൽ കോർ സെറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തണം. റെഡി? ഇനി നമുക്ക് നോക്കേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒരു കോഴ്സിന്റെ കോഡ് എന്ന് പറഞ്ഞാൽ AU3D എന്ന് പറഞ്ഞിട്ടുള്ള കോഡാണ്. നമ്മൾ ഏകദേശം 41 ദിവസത്തെ കോർ സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ 41 ദിവസത്തെ കോർ ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ക്ലാസ് ആണ്. അതിനുശേഷം റിവിഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം ബേസിക് ആയിട്ട് നമ്മൾ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഡേയ്സ് ആണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ സ്റ്റാർട്ടിംഗ് ഡേ വരുന്നത് ഓഗസ്റ്റ് 20 നോട്ടബിൾ ആയിട്ടുള്ളൊരു ദിവസമാണ്. 20 തീയതി, ഈ മാസം ഓഗസ്റ്റ് 20 നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആലോചിച്ച് വെക്കാം, ഓഗസ്റ്റ് 20 നമ്മൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കാം. ഓഗസ്റ്റ് 20 നമ്പർ ഓഫ് സ്ലോട്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 120 കുട്ടികൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോർ കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്തത് 120 കുട്ടികൾക്കാണ്. അവിടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം, വാട്സപ്പ് നമ്പർ എൻക്വയറി ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സ് കോഡ് വാട്സപ്പിൽ എന്ത് ചെയ്യുക, എൻട്രി ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് വാട്സപ്പ് ഓപ്പൺ ആക്കുക, ഈ ഒരു നമ്പർ അടിക്കുക, അവിടെ എന്ത് ചെയ്യുക, AU3D എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോഴ്സ് കോഡ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്താക്കാം, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി അല്ലേ? അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മൾ ഈ ഒരു ഓഗസ്റ്റ് 20 സ്റ്റാർട്ട് ചെയ്യാണ്, അതിന് മുമ്പേ തന്നെ ജോയിൻ ചെയ്തു പോവാം. ഓക്കെ, അതായത് ഓഗസ്റ്റ് 20 തന്നെ സ്റ്റാർട്ട് ചെയ്തു പോകണം. കാരണം നമ്മൾ ഗോ ടു ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള മൈൻഡ് എന്ന് പറയും, നമ്മുടെ കൂടെ എല്ലാവരും ഒരുമിച്ച് എന്താക്കണം, ഒരേ ദിശയിലേക്ക് നീന്തുക. അത്ര തന്നെ പറയാം, ഒരേ ദിശയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മുന്നേറുക എന്ന് തന്നെ പറയാൻ പറ്റും. റെഡി അല്ലേ? അപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റി പല ഡീറ്റെയിൽസുകൾ നമ്മൾ തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. കോഴ്സ് നമ്പർ എത്ര വരുന്നത്, AU3Dയുടെ സ്ലോട്ട് നമ്പർ 120 സ്ലോട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രാവിറ്റി ലേണിംഗ്സ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. കോഴ്സ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒരു ഹായ് അയച്ചതിന് ശേഷം കോഴ്സ് കോഡ് മെസ്സേജ് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്താക്കാം, നേരിട്ട് വന്നിട്ട് ഡിസ്കസ് ചെയ്യാം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേ? അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ഓൾറെഡി നമ്മൾ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കുക, എന്താണ് ആ ഓരോരോ ദിവസങ്ങൾ നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കാം. മറ്റൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ, താങ്ക് യു.